أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. ذلكم يوعظ به من كان يؤمن بالله واليوم الآخر. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരികളെ, അളവറ്റ ദയാപരനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ മുന്നിൽ കണ്ട് പാരത്രിക ജീവിതത്തിലെ സംരക്ഷണത്തിനും സുഖത്തിനും സന്തോഷത്തിനൊക്കെ ഉണ്ട് പരിശ്രമിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകളുണ്ട്. കഴിഞ്ഞ ഖുതുബയിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരനെ ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അല്ലാഹു അദ്ദേഹത്തിന് രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാം അല്ലാഹു നല്ല ആഖിബത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചു മരിക്കുവാനുള്ള മഹാഭാഗ്യം, തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രാർത്ഥനാ രീതിയാണ്. ഒരിക്കൽ അത് ഖുതുബയിലൂടെ ആ പ്രാർത്ഥനകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനത് പറയാനല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. സൂറത്ത് ആല ഇമ്രാനിലെ 16-ാമത്തെയും അതുപോലെ തന്നെ 193-ാമത്തെയും ഒക്കെ വചനങ്ങളിൽ അത് കാണാൻ കഴിയും. റബ്ബേ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. ആ ഒരു ശൈലി നമുക്ക് ഖുർആനിൽ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ 6 കാര്യങ്ങളാണ്. 6 കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുനാളിലെ എണ്ണി പഠിച്ചിട്ടുണ്ട്. നമ്മൾ അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, കിതാബുകളിലുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ അഥവാ ഈ 6 കാര്യങ്ങളിലും യഥാർത്ഥ രീതിയിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലുള്ള നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളെക്കാളും നമ്മൾ ശരിയാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട, സൂക്ഷ്മത കാണിക്കേണ്ട മേഖല എന്ന് പറയുന്നത് ഈ 6 ഈമാൻ കാര്യങ്ങളിലാണ്. അതിൽ ഒന്നാമത്തേതാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. പലപ്പോഴായി നമ്മളത് പറയാറുണ്ട്. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന വിഷയമാണ്.
അതുപോലെ അള്ളാഹു ഈ 6 ഈമാൻ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ ഏറ്റവും അധികമായി പരിശുദ്ധ ഖുർആൻ വിശ്വാസ കാര്യങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് യൗമുൽ ആഖിറ, പരലോകത്തിലുള്ള വിശ്വാസമാണ്. അവിടെ ഈമാൻ എന്നുള്ളതിലപ്പുറമായി ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ഇതാണ് പരിശുദ്ധ ഖുർആനിന്റെ ശൈലി. വബിൽ ആഖിറ, ആഖിറത്തിൽ അവർ ഹും യൂഖിനൂൻ, ദൃഢമായി വിശ്വസിക്കുന്നവരാണവർ എന്നതാണ് പരിശുദ്ധ ഖുർആൻ അതിനെ പറ്റി പറഞ്ഞത്. അപ്പൊ ഒരു വിശ്വാസമല്ല, ശരിക്കുമുള്ള വളരെ ഉറപ്പിച്ച് തറപ്പിച്ചുള്ള ഒരു വിശ്വാസമാണ് അവർക്ക് ആഖിറത്തിനെ പറ്റിയിട്ടുള്ളത് എന്നത് പരിശുദ്ധ ഖുർആൻ നമ്മളെ പറ്റിയിട്ട് പറയാൻ. മുഅ്മിനീങ്ങളായ നമ്മളെ പറ്റിയിട്ടാണ് അല്ലാഹു അക്കാര്യം പറയുന്നത്. എങ്കിൽ എന്താണ് യൗമുൽ ആഖിർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തങ്ങളായ പേരുകളുണ്ട്. യൗമുൽ ആഖിർ, അവസാനത്തെ ദിവസം എന്നുള്ളതാണ് ആ ഒരു യൗമുൽ ആഖിർ എന്നുള്ള പദത്തിന്റെ അർത്ഥം. അതിന് പേര് വരാൻ കാരണം വെച്ചാൽ സുമ്മിയ ബിദാലിക ലിഅന്നഹു ലാ യൗമുൻ ബഅദ, അതിനുശേഷം മറ്റൊരു ദിവസമല്ല, അവസാനത്തെ ദിവസമാണത് എന്ന് പറഞ്ഞാൽ ഹൈസു യസ്തഖിറു അഹ്ലുൽ ജന്ന ഫിൽ ജന്നതി അബദ, സ്വർഗാവകാശികളാണ് എന്നുണ്ടെങ്കിൽ അന്നത്തതോടുകൂടി അങ്ങോട്ട് തീരുമാനമാവൻ അവൻ ശാശ്വതമായി അവൻ സ്വർഗത്തിലാണ് എന്നുള്ളത്. ഇനി അവനൊരു മരണം എന്ത് ചെയ്യുന്നില്ല, വരാനില്ല. ഇനി അവൻ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. സുഖാവകാശിയാണ് എന്നുണ്ടെങ്കിൽ ആ സുഖത്തിന്റെ സന്തോഷങ്ങൾ ഒട്ടും കുറയാതെ ആ കൂടുതലായി അവൻ അനുഭവിക്കുന്ന ആ ഒരു സുഖിനത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. നരകമാണ് എന്നുണ്ടെങ്കിലോ അതുപോലെ തന്നെ. അതൊരു പക്ഷേ വിശ്വാസികളാണ് എന്നുണ്ടെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ ഒരു അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആ നരകാഗ്നിയിലേക്ക് അവൻ പ്രവേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിലെ അവൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണത്. അതിനേക്കാൾ വലിയൊരു വേദന ഇനി അവന് വരാനിരിക്കുന്നില്ല. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർത്തവരായ കുഫറും അതുപോലെ തന്നെ ശിർക്ക് വെച്ച് പുലർത്തിയവരാണ് എന്നുണ്ടെങ്കിലോ ഒരിക്കലും അതിൽ നിന്നും ഒരു മോചനവുമില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിശദീകരിക്കാനാണ് യൗമുൽ ആഖിർ എന്ന് പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്തിട്ടുള്ള നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അന്ത്യനാളിനെ കുറിച്ച് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ തുടങ്ങിയ പ്രയോഗങ്ങൾ, ധാരാളക്കണക്കിന് പേരുകളുണ്ട് യൗമുൽ ആഖിറത്തിന്. പരിശുദ്ധ ഖുർആനിൽ പലതിനും അങ്ങനെയാണ്. സ്വർഗത്തിന് എത്രയോ പേരുകൾ കാണാൻ കഴിയും, നരകത്തിനും അതുപോലെ എത്രയോ പേരുകൾ കാണുവാൻ കഴിയും. ആഖിറത്തിനും അങ്ങനെയുള്ള ഒരുപാട് പേരുകൾ നമുക്ക് കാണാൻ കഴിയും. ആ പേരുകളെ പറ്റി ഒന്ന് ഏതാനും സെക്കൻഡുകൾ നമ്മൾ ഓരോ പേരുകളെ പറ്റിയിട്ടൊന്നും ഇങ്ങനെ ആലോചിച്ചാൽ മതിയാകും. എത്രമാത്രം ഗൗരവമാണ് ഈ പരലോകം എന്ന് പറയുന്നത് എന്ന് നമുക്ക് ബോധ്യമാകുവാൻ. അതിൽപ്പെട്ട ഒരു പേരാണ് യൗമുൽ ഖിയാമ. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ഖിയാമ എന്നാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. യൗമുൽ ഖിയാമ, ഖിയാമത്ത് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ, അത് എത്രമാത്രം വരാനിരിക്കുന്നു, എത്രമാത്രം അത് യാഥാർത്ഥ്യമാണ് എന്ന് ഒന്ന് മനസ്സിരുത്തി അതൊന്ന് പാരായണം ചെയ്യുകയാണെങ്കിൽ, അധ്യായം പാരായണം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരും. നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഒരു ഭൗതികമായ ഈ കാലഘട്ടത്തിലെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും ആ വചനങ്ങളിലെ ചില പരാമർശങ്ങൾ നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും പരലോകം എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആദം നബി മുതൽ അവസാന നാൾ വരെയുള്ള എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് അള്ളാഹുവിന് ഒരിക്കലും തന്നെ ഒരു പ്രയാസവുമുള്ള കാര്യമല്ല എന്ന് നമുക്ക് അവിടെ ബോധ്യമാകുന്നതാണ്. അങ്ങനെയുള്ള യൗമുൽ ഖിയാമ, അത് അന്ത്യനാളിന്റെ ഒരു പേരാണ്. യൗമുൽ ബഅസ്, യൗമുൽ ബഅസ് എന്ന് പറഞ്ഞാൽ എന്താ? ഖബറിൽ നിന്നും എഴുന്നേൽക്കുക എന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഖബറിൽ നിന്നും എഴുന്നേൽക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? യൗമുൽ ബഅസ് എന്നതിന് ഉപയോഗപ്പെടുത്തുന്നു പുനർജന്മദിനം എന്ന് അതിനെ അർത്ഥം പറയാം. ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം എന്നതിന് പറയാം. മരണത്തിന് ശേഷം മനുഷ്യൻ വീണ്ടും ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ എന്ന മലക്കിനോട് ഊതാൻ വേണ്ടി പറയുന്നതോടുകൂടി എഴുന്നേറ്റ് വരാൻ, നമ്മൾ ഓരോരുത്തരും എഴുന്നേറ്റ് വരുന്ന ദിവസം, അതാണ് യൗമുൽ ബഅസ്. അതുപോലെ തന്നെ യൗമുൽ ഫസ്ൽ, യൗമുൽ ഫസ്ൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ
ഓരോ ആളുകളുടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്ന ദിവസമാണ്. പല വിഷയങ്ങളിലും അവിടെ തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടേത് അനർഹമായി കവർന്നെടുത്തവർ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ, വ്യത്യസ്തങ്ങളായ മതവിഭാഗങ്ങൾ, അവർക്കിടയിലെല്ലാം തീർപ്പ് കൽപ്പിക്കുകയാണ്. ഇതായിരുന്നു അതിൽ സത്യമെന്ന് പറയുന്ന, കൃത്യമായി ആ സത്യാസത്യം നമുക്ക് കൃത്യമായി വിശദീകരിച്ചു തരുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ദിവസം യൗമുൽ ഫസ്ൽ. അതുപോലെ തന്നെ യൗമുൽ ഖുറൂജ്, ഒരുമിച്ച് എല്ലാവരും ഖബറിൽ നിന്നും ആ ഒരു മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം യൗമുദ്ദീൻ. സഹോദരങ്ങളെ, എത്ര തവണയാണ് നമ്മൾ ഒരു ദിവസം മാലിക് യൗമിദ്ദീൻ എന്ന് നമ്മൾ പറയുന്നത്? 17 തവണ നിർബന്ധമായി നമസ്കാരത്തിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഫാത്തിഹ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ. എന്താ അതിന്റെ അർത്ഥം? യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ജസാ വൽ ഹിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ഹിസാബ്. ഹിസാബ് എന്ന് പറഞ്ഞാൽ വിചാരണയാണ്. ആ വിചാരണയ്ക്ക് ശേഷം അവർക്ക് പ്രതിഫലം നൽകുന്ന ദിവസം എന്നുള്ളത്. ഇങ്ങനെ മാലിക് യൗമിദ്ദീൻ എന്നുള്ള പേര്, യൗമുദ്ദീൻ എന്നുള്ള പേര്, യൗമുൽ ഖുലൂദ്, ഓരോന്നിലേക്ക് ഞാൻ പോകുന്നില്ല. യൗമുൽ വഈദ്, അതുപോലെ തന്നെ യൗമുൽ തഗാബുൻ, യൗമുൽ തലാഖ്. എന്താ തലാഖ്? എല്ലാവരും അവിടെ കണ്ടുമുട്ടാണ്. നേരത്തെ മരണപ്പെട്ടു പോയ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികരായിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരെല്ലാം, എല്ലാ അമ്പിയാക്കന്മാരെയും നമുക്ക് അവിടെ കാണാം. ആദം നബി മുതൽ അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും, അതിൽ നമ്മളേറെ ഇഷ്ടപ്പെടുന്ന അമ്പിയാക്കന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള, സഹാബത്തിനെ പോലെയുള്ള എല്ലാവരെയും, പുറമെ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, എളാപ്പ മൂത്താപ്പന്മാർ, വ്യത്യസ്ത രാജ്യക്കാരായ ആളുകൾ, എല്ലാവരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണാൻ അവസരം ലഭിക്കുന്ന ദിവസം യൗമുത്തനാദ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ ഇതിന് നൽകിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനിനിയും ഒരുപാട് പേരുകൾ നമുക്ക് പറയാൻ കഴിയും, എല്ലാം വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവകരമായിട്ടുള്ള ഈ ദിനരാത്രങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിനത്തെ പറ്റിയിട്ട് അല്ലാഹു പ്രത്യേകമായി പരിശുദ്ധ ഖുർആനിൽ എടുത്തുണർത്തുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അതിനെ വിശ്വസിക്കേണ്ടത്? അത്തസ്ദീഖുൽ ജാസിമു ബികുല്ലി മാ അഖ്ബറല്ലാഹു വറസൂലുഹു മിമാ യകൂനു ഫീ ദാലിക്കൽ യൗമിൽ അദീം. ആ ദിവസം നടക്കാനിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സത്യപ്പെടുത്തേണ്ടതുണ്ട്. അതിലെന്തൊക്കെ വരുന്നു? ഖബറിൽ നിന്ന് നമ്മൾ പുനരെഴുന്നേൽപ്പിക്കും. ആളുകൾക്ക് വിശ്വാസക്കുറവുണ്ടെന്ന് അല്ലേ? എത്രയോ ആളുകൾ, മുസ്ലിം നാമധാരികളായ ആളുകൾ, ഞാൻ എക്സ് മുസ്ലിമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നിഷേധിക്കുന്ന കാര്യങ്ങളാണിത്. അതുപോലെ തന്നെ മഹ്ശറ, ഹിസാബ്, സിറാത്ത് നിഷേധിക്കുന്നവരെ കാണാൻ കഴിയും. സിറാത്ത്, നരകത്തിന്റെ മീതെ ഒരു സിറാത്തോ, ഒരു പാലമോ, തീന്റെ മുകളിൽ പാലമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വിലയിരുത്തുന്നവരുണ്ട്. മീസാൻ, നമ്മുടെ കർമ്മങ്ങൾ തൂക്കുകയോ, നമ്മുടെ നമസ്കാരം തൂക്കുകയോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരുണ്ട്. അൽ ജന്ന, സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ്, ഇനി ഒരു സ്വർഗം വരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലൂടെ സംസാരിക്കുന്ന ആളുകൾ. നരകം, ഇതിനെയൊക്കെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ ദൃഢമാവേണ്ട കാര്യങ്ങളാണ് ഈ വിഷയങ്ങളെല്ലാം. എല്ലാം വരാനിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിലേക്ക് ചേർത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒന്നാമത്തേത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ. ചെറിയ ലക്ഷണങ്ങളുണ്ട്, വലിയ ലക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ വരാനിരിക്കുന്നതായിട്ടുള്ള ഖബർ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഖുർആനിലൂടെയും അതുപോലെ തന്നെ തിരുസുന്നത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ ആയത്തുകളായി പഠിപ്പിച്ചു തന്നതുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളായി നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ദൃഢമായി വിശ്വസിക്കേണ്ടതുണ്ട്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളെയും നമ്മൾ ക്രമീകരിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖ്, ദാലികും യുഅദു ബിഹി മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹു എടുത്ത് പറയുന്നതാണ്. അത് അങ്ങനെയുള്ള സദുപദേശം എന്ന് പറയുന്നത് ആർക്കാണ്? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്കാണ്. എന്തിനാ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ വന്നത്? ഈ വെള്ളിയാഴ്ച എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? ഈ വിശ്വാസം നമുക്കുള്ളതുകൊണ്ടാണ്. ഈ വിശ്വാസം നമുക്കുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓരോ കാര്യങ്ങൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല. എന്നിട്ട് പറയും അല്ലാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലേക്ക്. ലാ റൈബ ഫീഹി, അതിൽ സന്ദേഹമില്ല, സംശയമേ ഇല്ല എന്നുള്ളത് അല്ലാഹു പറയാൻ. അതുപോലെ തന്നെ ഖുർആനിലേക്കും സുന്നത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അതിലേക്കാണ് മടങ്ങേണ്ടത് എന്ന് പറയുന്നിടത്തും കാണാം. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിലാണോ നിങ്ങൾ
എങ്കിൽ ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കുക. റസൂലിലേക്ക് നിങ്ങൾ മടക്കിക്കോളൂ. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലും അതുപോലെ തന്നെ റസൂലിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ. റസൂൽ പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലൂടെ പറയും, അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ പരലോകമാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണമല്ലോ, അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, ഖുർആൻ എന്ത് പറയുന്നു, ഹദീസ് എന്ത് പറയുന്നു എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വിശ്വാസികളുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്ന് പറയാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ലൈഫ, അവനവൻ്റെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. നോക്കൂ, നിങ്ങൾ വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. അതിഥി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്താ, നമ്മുടെ ബന്ധുമിത്രാദികളാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യുന്നത്, അതിഥികളായിട്ട് കാണിച്ചു തരുന്നത് പല രൂപത്തിൽ. ഒരു രാത്രിയിൽ നമ്മുടെ ഈ ഒരു പള്ളിയിലേക്ക് ഒരാൾ വന്നു എന്ന് വിചാരിക്കുക, നമുക്ക് വിശ്വസ്തനായ ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ, നമുക്ക് ആ രൂപത്തിൽ ഒരു മുഅ്മിനായിട്ടുള്ള ഒരു മുസ്ലിമായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈമാനുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഇശ കഴിഞ്ഞു പോകുമ്പോൾ ആ വ്യക്തി അവരിവിടെ താമസിക്കുന്ന ഒരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ, ഇവിടെ താമസിക്കാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ, വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവരെവിടെയാണ് താമസിക്കുക എന്നുള്ളത്, ഇവരെവിടെയാണ് താമസിക്കുക എന്നുള്ളത്, ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും, ഇവിടെ ഒരുപാട് ഹോട്ടലുകളില്ലേ, ഒരുപാട് സൗകര്യങ്ങളില്ലേ, അതല്ല, ഈമാനുണ്ടോ, അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായും ഒരു അന്വേഷണം അവിടെ ആവശ്യമാണ്. അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിന്റെ ഏതേത് മേഖലകൾ എടുക്കുകയാണെങ്കിലും അവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പരലോകവുമായി കണക്ട് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശങ്ങൾ നമുക്ക് നൽകിയത് കാണാൻ കഴിയും. സഹാബാക്കൾ അങ്ങനെ തന്നെയായിരുന്നു ആ കാര്യങ്ങൾ സ്വീകരിച്ചിരുന്നത്. മറ്റൊരു ഹദീസ് നോക്കൂ നിങ്ങൾ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നുവോ ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറഞ്ഞോട്ടെ, ഔ ലിയസ്മുർ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ. അവർ സംസാരിക്കുന്നിടത്ത് പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പരലോകത്തെ കാണണം എന്നുള്ളതാണ്. നമ്മൾ പരലോകത്തെ കാണണം. ചില വാക്കുകൾ ഹദീസിൽ കാണാൻ കഴിയും, ചില ആളുകൾ ചില വാക്കുകൾ പറയും, ലാ യുബാലി, അതവൻ പരിഗണിക്കൂല. ആ വാക്കിന് എത്രമാത്രം ഗൗരവമുണ്ട് എന്നുള്ളത് അവൻ എന്ത് ചെയ്യില്ല, പരിഗണിക്കൂല. ഒരു വാക്കട് പറഞ്ഞിട്ടുണ്ടാവും, അവൻ എന്ത് ചെയ്യുന്നറിയോ, നരകത്തിൽ 70 വർഷത്തിന്റെ ദൈർഘ്യത്തിലേക്ക് അവൻ ആഴ്ത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാൻ കഴിയും. വേറെ ചില ആളുകളെ കാണാൻ കഴിയും, അവർ ചില വാക്കുകൾ അവർ പറയും, ആ വാക്കുകളുടെ മഹത്വം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അത്രമാത്രം അതിന് ഗൗരവമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ സ്വർഗത്തിന്റെ ഉന്നതികളിലേക്ക് ഉയർത്തപ്പെടാൻ പറ്റുന്ന വർത്തമാനങ്ങളായിരിക്കും അത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വാക്കിലും നോട്ടങ്ങളിലും ഇടപാടുകളിലും ജീവിതത്തിന്റെ കുടുംബജീവിതമാണെങ്കിലും ഏത് മേഖലകളാണെങ്കിലും അവിടെയെല്ലാം പരലോക വിഷയം എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, കണക്റ്റഡ് ആണ്. നമ്മുടെ ഓരോ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ക്രമീകരിക്കേണ്ടത് എന്നുള്ളതാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ, അവർ അന്ത്യനാളിൽ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ആ ദൃഢമായ വിശ്വാസം ഉള്ളത് കൊണ്ട് അവരുടെ ജീവിതത്തെ അവർ ആ രൂപത്തിൽ ക്രമീകരിക്കും എന്നതാണ് അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, അർത്ഥമാക്കുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് നമുക്ക് വരാനിരിക്കുന്ന മരണം. ആ മരണത്തിന്റെ ശേഷം വരാനിരിക്കുന്ന ഖബർ. ഖബറിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും 2 തരത്തിലുള്ള ശിക്ഷകളാണ് ഖബറിലുള്ളത്. ശിക്ഷകളല്ല നമ്മൾ ആദ്യം പറയേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ ശൈലി ശിക്ഷയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന പരീക്ഷണങ്ങളെ പറ്റിയിട്ടോ അല്ല ആദ്യം പരാമർശിക്കപ്പെടേണ്ടതും, രക്ഷയെ പറ്റിയിട്ടാണ്. രക്ഷയെ പറ്റിയിട്ടാണ്. എന്തൊക്കെ ഇടങ്ങേറുകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ രോഗിയായി കിടക്കുകയാണെന്ന് വിചാരിച്ചോളി. എല്ലാവരും എന്ത് ചെയ്തു, നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ രൂപത്തിലൂടെയാണ് പറയുന്നത്. ആ അർത്ഥത്തിലൂടെ ഇടങ്ങേറുകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെങ്കിലും അവനൊരു പ്രതീക്ഷയുണ്ട് സഹോദരങ്ങളെ. എന്താണത്? അവൻ കാത്തിരിക്കേണ്ടത് മലക്കുൽ മൗത്ത് വരുന്നതിനെയാണ്. ആ മലക്കുൽ മൗത്ത് വരുന്നതോടുകൂടി പിന്നീട് അവന് ഖബറിലേക്ക് താഴ്ത്തപ്പെടുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് അതെന്താണ്? അവനെ സംബന്ധിച്ചിടത്തോളം അതുവരെ അവൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുഖത്തിലേക്കും സന്തോഷത്തിലേക്കുമാണ് അവൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ രോഗിയായി കിടക്കുമ്പോൾ പരലോകം എന്ന് പറയുന്നത് അവനൊരു പ്രതീക്ഷയാണ്. എല്ലാ അർത്ഥത്തിലും പരലോകം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ശരി, അദാബുൽ ഖബറിനെ പറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചില കാര്യങ്ങൾ പറയാം. 2 തരത്തിലുള്ള ശിക്ഷകളാണ് ഖബറിലുള്ളത്. ഒന്നാമത്തേത് അദാബുൽ ദാഇം, ശാശ്വതമായ എന്നെന്നുമുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ വരെയും മുറിഞ്ഞു പോകാത്ത
വല്ലാത്ത രൂപത്തിലൂടെയുള്ള ഖബർ ശിക്ഷയുണ്ട് എന്നുള്ളതാണ്. അതാർക്കാണ്? ബഹു അദാബുൽ കുഫാരി വൽ മുനാഫിഖീൻ, കുഫാറുകളായ ആളുകൾക്കും മുനാഫിഖീങ്ങളായ ആളുകൾക്കുമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഈ കുഫറിലേക്കും നിഫാഖിലേക്കുമാണ് ഇന്ന് നമ്മുടെ സമൂഹം പോകുന്നത്. ഈ കുഫറിലേക്കും നിഫാഖിലേക്കും ആളുകൾ ധാരാളമായി ഒഴുകിപ്പോകാൻ, മുസ്ലിംകളായിട്ടുള്ള ആളുകൾ ഇതിൽ നിന്നും ഒഴുകിപ്പോകും നമുക്ക് കാണാൻ കഴിയും. അവരെ കാത്തിരിക്കുന്നത് അന്ത്യനാൾ വരെയും നീണ്ടു നിൽക്കുന്ന ശിക്ഷയാണ്. പിന്നെയോ അന്ത്യനാൾ വന്നു കഴിഞ്ഞാലോ പിന്നീട് ശാശ്വതമായ നരക ശിക്ഷയിലേക്കാണ് അവർ പോകുന്നത് എന്നും പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിലാണ് അത് പറയുന്നത്. അല്ലാഹു പറയാം, വഹഖ ബിആലി ഫിർഔൻ വഹഖ ബിആലി ഫിർഔന സൂഉൽ അദാബ്. ഫിർഔനിന്റെ കുടുംബത്തിന് എന്ത് ചെയ്തു? ഏറ്റവും മോശമായിട്ടുള്ള ശിക്ഷ അവരെ ബാധിച്ചു എന്ന് പറയാൻ. നരകം എന്ന് പറയുന്നത് പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ഫിർഔനിന്റെ ബോഡി ഇന്നും ആളുകൾക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുകയാണ്. അവിടെ പോയാൽ അത് കാണാനുള്ള അവസരങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എങ്കിൽ ആ ഫിർഔനിനോടൊപ്പം ഉണ്ടായിരുന്ന അവന്റെ അനുയായികളുടെ അവസ്ഥ പറയാൻ, രാവിലെയും വൈകുന്നേരം പോയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നരകം അവരുടെ മേൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആ മ്യൂസിയത്തിലേക്ക് രാവിലെ പോയാൽ അത് കാണോ? വൈകുന്നേരം അത് പോയാൽ കാണോ? കാണില്ല. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറയാൻ അത് കാണുന്നുണ്ട്. പിന്നെ അവർക്കത് എന്ത് ചെയ്യുന്നുണ്ട്? അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ശാശ്വതമാണ്. ഇനിയോ അന്ത്യനാൾ വരുമ്പോഴോ അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്. ആ സമയത്ത് ഫിർഔനിന്റെ കുടുംബത്തെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്യും, പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന അന്ത്യനാൾ വരെയും കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുന്ന രൂപത്തിലുള്ള ശിക്ഷ നമുക്ക് അദാബുൽ ഖബറിനെ പറ്റി പരാമർശിക്കുമ്പോൾ ഹദീസിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇന്ന അഹദകും, നിങ്ങളിൽ ഒരാൾ, അത് നമ്മളാണ് കേട്ടോ. ഫിർഔനെ പറ്റി നേരത്തെ പറഞ്ഞെങ്കിൽ നമ്മൾ ഓരോരുത്തരെ പറ്റിയിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം, ഇദാ മാത, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ, ഇദാ മാത ഉരിദ അലൈഹി മഖ്അദഹു, അവന്റെ സീറ്റിനെ അവന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും. ബിൽ ഗദാത്തി, രാവിലെയും, വൽ അശീ, വൈകുന്നേരവും. ഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശിയാണ് എന്നുണ്ടെങ്കിൽ ഫമിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗത്തിലായിരിക്കും. വഇൻ കാന മിൻ അഹ്ലിൻ നാർ, അവൻ നരകത്തിലാണ് എന്നുണ്ടെങ്കിൽ ഫമിൻ അഹ്ലിൻ നാർ, അവൻ നരകാവകാശിയായിരിക്കും പരലോകത്ത്. യുഖാലു, പറയപ്പെടും, ഹാദാ മഖ്അദുക, ഇത് നിന്റെ സീറ്റാണ്. ഹത്താ യബ്അസക അല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, നിന്നെ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് നിന്നെ പുനരെഴുന്നേൽപ്പിക്കുന്നത് വരെയും നിന്റെ സീറ്റ് ഇതാണ് എന്ന് അവന്റെ മേൽ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ. ഇതാർക്കാ സഹോദരങ്ങളെ ബാധകമാകുന്നത്? ഇതാർക്കാ ബാധകമാകുന്നത്? ഇത് കുഫാറുകൾക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ബാധകമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് അന്ത്യനാൾ വരെയും ഇത് അനുഭവിക്കുമെന്ന് പറയുന്ന ഈ ഹദീസിലെ പരാമർശം അതാർക്കാണ്? കാഫിരീങ്ങളായ ആളുകൾക്ക്, നിഷേധികളായ ആളുകൾക്ക്, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായിട്ടുള്ള ആളുകൾക്ക് വരാനിരിക്കുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ ഇനം അദാബുൻ ലഹു അമദുൻ സുമ്മ യൻഖതി, ഒരു നിശ്ചിതമായ സമയം വരെ അവർക്ക് ശിക്ഷ ഉണ്ടാകുള്ളൂ. എവിടെ? ഖബറിൽ. പിന്നീട് എന്ത് ചെയ്യും? അത് അവസാനിക്കും. അതാരാണ്? വഹു അദാബു സാത്തിൽ മുവഹിദീന, മുവഹിദീങ്ങളായ ആളുകളിൽ. ആരില്? മുവഹിദീങ്ങളായ ആളുകൾ. നമ്മളാണ് മുവഹിദീങ്ങളായിട്ടുള്ള ആളുകൾ. നമുക്കിടയിൽ വരുന്ന തെറ്റുകൾ, നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തിൽ വരുന്ന തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾക്ക് ഒരു നിശ്ചിതമായ സമയം വെച്ചുകൊണ്ട് ബർസഖി ലോകത്ത് ഖബറിൽ അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നീട് ഒരു പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലിളവ് നൽകാം. പക്ഷെ പരലോകത്തെത്തിയാലോ വീണ്ടും വിചാരണയാണ്. ആ വിചാരണയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മർറൻ നബിയ്യു ബിഹൈത്തിൻ മിൻ ഹൈതാനിൽ മദീന, മദീനയിലെ ആ ഖബർസ്ഥാനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പോവാണ്. അതിൽ ആ ചുമര് കോമ്പൗണ്ടിനകത്തുള്ള ഖബറുകൾക്കരികിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കയിലെ ഫസമിയ സൗത ഇൻസാനൈൻ യുഅദബാനി ഫീ ഖുബൂരിഹിമാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാളുകളുടെ അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കുന്നതിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്നാണ്. നബി കേട്ടു.
നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. ഫഖാല നബിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅദ്ദബാനി വമാ യുഅദ്ദബാനി ഫീ കബീരിൻ. ഇവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ തെറ്റൊന്നല്ല അവർ ചെയ്തിട്ടുള്ളത്, വലിയ കാര്യങ്ങൾക്കൊന്നല്ല എന്ന് പറയാൻ. സുമ്മ ഖാല ബലാ കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? വലിയ കാര്യമില്ല എന്നല്ല, വലിയ കാര്യത്തിനല്ല. അതായത് നമ്മുടെ കണ്ണിൽ പലപ്പോഴും വലുതായി തോന്നാത്ത ചില കാര്യങ്ങൾ, പക്ഷെ അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. അതിനാണ് ഇവർ ശിക്ഷ അനുഭവിക്കുന്നത്. മൂത്രമൊഴിക്കുന്ന സമയത്ത് അവർ മറ സ്വീകരിക്കാറുണ്ടായിരുന്നില്ല. ഒന്നും ഇതിനെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണുവാൻ കഴിയും. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ മറ സ്വീകരിക്കാത്തത്. മറ്റൊന്ന്, മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ശരിയായ രൂപത്തിൽ വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. വൃത്തിയാക്കും, ചിലപ്പോൾ മൂത്രമൊഴിച്ച് നമ്മൾ വൃത്തിയാക്കി എഴുന്നേറ്റ് പോരുമ്പോഴായിരിക്കും ഒന്നോ രണ്ടോ തുള്ളി വീണ്ടും വീഴുക. അത് മൈൻഡ് ചെയ്യൂല, ആ കാര്യത്തിൽ ശ്രദ്ധിക്കൂല. പിന്നെ തൊട്ടടുത്ത വക്ത് വരുമ്പോൾ വീണ്ടും ഒതിർത്ത് നിസ്കരിക്കുന്നുണ്ടാവും. അതോടുകൂടി എന്ത് ചെയ്യും? ശുദ്ധിയില്ലാത്ത ഒരവസ്ഥയിലായി അവൻ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു. ഇക്കാരണത്താൽ ഖബറിൽ ശിക്ഷയുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതുപോലെ തന്നെ വകാനൽ ആഖറു, മറ്റൊരാൾ യംശി ബിൻ നമീമ, നമീമത്തുമായിട്ട് നടക്കുന്നയാളായിരുന്നു. നമീമത്ത് എന്താ? ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങൾ പറയാം. വീട്ടിലേക്ക് നമ്മളിങ്ങനെ പോകുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നു, ഭാര്യ പറഞ്ഞേ, നിങ്ങളെ ഉമ്മ ഇപ്പം നിങ്ങളെ പറ്റി പറഞ്ഞ നിങ്ങൾ കേട്ടോ എന്ന് ചോദിക്കും. നിസ്സാരമായിട്ടായിരിക്കും തോന്നുന്നു, പക്ഷേ ആ മനസ്സിൽ ഉമ്മയോടൊരു ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചൊറിച്ചിൽ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെപ്പറ്റി നിങ്ങളെ ആങ്ങളെങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത് തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന വർത്തമാനങ്ങൾ ഉണ്ടാവും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടൊരു വെറുപ്പുണ്ടാകുന്ന, ഒരു വിദ്വേഷമുണ്ടാകുന്ന രൂപത്തിലൂടെ വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ ആ നമീമത്ത് ഖബറിൽ ശിക്ഷ അനുഭവിക്കുവാൻ കാരണമാകുന്നു എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതിലൂടെ പറഞ്ഞു തരാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ചുഴന്നു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് യൗമുൽ ആഖിർ, ആഖിർ നാളിലുള്ള വിശ്വാസമെങ്കിൽ അതിനോടനുബന്ധിച്ച് തന്നെ ചേർത്ത് മനസ്സിലാക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. സഹോദരങ്ങളെ, പരലോകം, ആ പരലോകം നമുക്ക് വരാനിരിക്കുന്നു. അവിടേക്കുള്ള ഓട്ടപ്പാച്ചിലാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്കൊരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഓടി നടക്കുന്നത്. മക്കളുടെ പഠനം, അവരുടെ വീട്, അവരുടെ രോഗം, നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ. പക്ഷേ അതിനൊക്കെ ഓടി നടക്കുന്നതിനിടയിൽ നമ്മുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുന്നതോടുകൂടി നമ്മുടെ ആ ഒരു ദിവസം വന്നെത്തുകയാണ്. ആ യൗമുൽ ആഖിറിലേക്കുള്ള നീണ്ട ആ ഒരു യാത്രയുടെ ദിവസം വന്നെത്തി നിൽക്കുകയാണ്. അതിനെ ഓർമ്മപ്പെടുത്താനാണ് ഓരോ വെള്ളിയാഴ്ചകളിലും ഇതേ രൂപത്തിൽ കുളിച്ചൊരുങ്ങി ഏറ്റവും നേരത്തെ പള്ളിയിലേക്ക് വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രവാചകനിലൂടെ അത് നിയമമാക്കി തന്നത്. അതുകൊണ്ട് പരലോകത്തെ ഹൃദയത്തിലേറ്റി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹുവേ, നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد. أيها الإخوان والأخوات أوصيكم وثاني بتقوى الله. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സൂറത്ത് ഫുസ്സിലത്തിലെ 30-ാമത്തെ ആയത്ത് അള്ളാഹുവോട് പറയണം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായികതു വല്ലാ തഖാഫൂ വലാ തഹ്സനൂ وأبشروا بالجنة التي كنتم توعدون. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമസ്തഖാമു, പിന്നീട് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കുകയും ചെയ്യാം. അല്ലാഹു നമ്മുടെ റബ്ബാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇസ്തിഖാമത്തോടു കൂടി അല്ലാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ വിരോധിച്ച വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നുകൊണ്ട് ഒരു ജീവിതത്തെ ക്രമീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരിൽ ഇറങ്ങും. എപ്പോഴാണ് ഇറങ്ങണേ? മലക്കുകൾ ഇറങ്ങുന്നത് ഈ ദുനിയാവിനോട് അവർ വിട പറയാൻ സമയമാകുമ്പോൾ. എന്നിട്ട് പറയും, അല്ലാ തഖാഫു, നമ്മൾ പേടിക്കണ്ട. അപ്പോൾ പേടിയാണ്, മലക്കുകൾ വരികയാണ്, വേദനയുടെ അനുഭവമാണ്, ഓരോ അവസ്ഥകൾ വരികയാണ്. അതുകൊണ്ട് ആദ്യം പറയുന്നത് എന്താ? അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. മരണരംഗം നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും. ഒരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇല്ല, കൈകാലുകൾ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ ശാരീരിക ചേഷ്ടകൾ കാണിച്ച് മുഖത്ത് വല്ലാത്തൊരവസ്ഥയിലായിക്കൊണ്ടാണ് അല്ലേ? എന്താ കാരണം? പലതും നമ്മൾ കാണാത്ത പലതും അവർ കാണുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭയപ്പാടിൻ്റെ രംഗത്ത് മലക്കുകൾ അവരോട് പറയും, എന്താണ് പേടിക്കണ്ട. വലാ തഹ്സനു, മറ്റൊന്നെന്താ? ദുഃഖാണ്. വിട പറയാൻ, ലോകത്തോട് വിട പറയാൻ, ഭാര്യയോട്, മക്കളോട്, എല്ലാവരോടും വിട പറയാൻ. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടുള്ള ഒരു ദുഃഖത്തിൻ്റെ സമയം. വലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന,
സ്വർഗം കൊണ്ട് അവരെന്ത് ചെയ്യാണ്? സന്തോഷിച്ചോളൂ എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ ഇതാ വരാനിരിക്കുന്നു, നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് പറയും. സഹോദരങ്ങളെ, ഇങ്ങനെ ഖുർആനിൽ വേറെയും പരാമർശങ്ങൾ സൂറത്തുൽ അഹ്ഖാഫിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്താണ് അതിലേക്ക്, ആ ഒരു ദിവസത്തിലേക്ക് ഞാൻ നിങ്ങൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. എന്തായിരുന്നാലും മരണം അത് സുനിശ്ചിതമാണ്. നിങ്ങൾ ഓടുകയാണ്, മരണത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ ഓടുന്ന ആ മരണം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പിടികൂടുട്ടോ, നിങ്ങൾ പിടികൂടും. പിന്നീട് നിങ്ങൾ മടക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ അത് സൂറത്ത് ജുമുഅയിലാണ്. സൂറത്ത് മുനാഫിഖൂനിൽ ഇതാ പറയണം, വെള്ളിയാഴ്ച ഓതേണ്ട ഏത് സൂറത്തുകളുണ്ടോ അതിലൊക്കെ ഇതിനെപ്പറ്റി പരാമർശിക്കും. വെള്ളിയാഴ്ച എന്തിനാ ജുമുഅ? പരലോകത്തെ ഓർത്ത് ജീവിതത്തെ ക്രമീകരിക്കാൻ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ ജുമുഅയും നാളെ പരലോകത്ത് നമുക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു മാറ്റുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാവട്ടെ. രോഗികളായ ആളുകൾക്ക് രോഗശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم على نبينا محمد.